അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുനമ്പം നിവാസികളുടെ സമരം 87 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആശങ്കകൾ പങ്കുവച്ച് KCBC ജാഗ്രതാ കമ്മീഷൻ. KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMI ദീപികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് ആശങ്കകൾ പ്രകടിപ്പിച്ചത്. വൈകുന്ന നീതി അനീതിയാണെന്ന വിഖ്യാതമായ സൂക്തം ലോകമെമ്പാടുമുള്ള നിയമജ്ഞർ പലപ്പോഴും ആവർത്തിക്കുന്ന നീതി നിർവഹണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. നീതി നടപ്പാക്കാൻ കാലതാമസമരുത് എന്ന സാമാന്യ തത്വം നമ്മുടെ ഭരണകർത്താക്കളും നിയമജ്ഞരും വളരെ ഗൗരവമായി വിചിന്തന വിഷയമാക്കേണ്ടതുണ്ടെന്ന് ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMI ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. 2025 ജനുവരി 1 വഖഫ് അവകാശവാദ വിഷയത്തിൽ മുനമ്പം നിവാസികൾ നിരാഹാര സമരം ആരംഭിച്ച് 87 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. ജുഡീഷ്യൽ കമ്മീഷനെ വലിയ പ്രതീക്ഷയോടെയാണ് മുനമ്പം നിവാസികൾ കാണുന്നതെങ്കിലും തങ്ങളുടെ സമരം അവസാനിപ്പിക്കുവാൻ അവർ തയ്യാറായിട്ടില്ല. മുനമ്പം പ്രദേശത്തെ 600-ൽ പരം കുടുംബങ്ങളുടെ സ്വന്തമായ ഭൂമിക്കുമേലുള്ള വഖഫ് അവകാശവാദം ഒരു ഘട്ടത്തിലും പിൻവലിക്കുവാൻ വഖഫ് ബോർഡ് തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ പലപ്പോഴായി നയതന്ത്രപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വഖഫ് അവകാശവാദത്തെ തള്ളിപ്പറയുവാൻ ആരും തയ്യാറായിട്ടില്ല. എങ്കിലും മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് ആരംഭം മുതൽ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡിസംബർ 25 മുനമ്പം സമരപ്പന്തലിൽ പ്രത്യാശ ദീപം തെളിക്കാനെത്തിയ അദ്ദേഹം വീണ്ടും തന്റെ നിലപാട് ആവർത്തിക്കുകയുണ്ടായി. രേഖകൾ പരിശോധിച്ച ശേഷമാണ് താൻ ഈ നിലപാട് സ്വീകരിച്ചതെന്നും VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുൻപാകെ വഖഫ് നിയമപരിഷ്കരണത്തിന് എതിർപ്പറിയിച്ച വേളയിൽ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് MPമാർ സ്വീകരിച്ചതെന്ന് അക്കാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പരസ്യമായി VD സതീശനെ തള്ളിപ്പറയുകയുണ്ടായി. മുൻപത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുവാൻ ആർക്കും അവകാശമില്ലെന്നും VD സതീശന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും അത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാട് മുസ്ലിം ലീഗിനില്ലെന്നുമാണ് പൊതുവേദിയിൽ വെച്ച് KM ഷാജി പറഞ്ഞത്. തുടർന്ന് കൂടുതൽ ശക്തമായ ഭാഷയിലാണ് ലീഗ് നേതാവ് ED മുഹമ്മദ് ബഷീർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. മുൻപത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും വഖഫ് ഭൂമി ആണോ അല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിന്റെയും ആവശ്യമില്ലെന്നും ആരു പറഞ്ഞാലും അതങ്ങനെ അല്ലാതാകില്ലെന്നുമാണ് ED പറഞ്ഞത്. വയനാട്ടിലെയും പാലക്കാടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഇത്തരം വാദങ്ങൾ പരസ്യമായി ഉയർന്നു തുടങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും മുൻപത്തേത് വഖഫ് ഭൂമിയാണ് എന്ന വാദത്തെ തള്ളിയില്ല. അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുത് എന്ന മുസ്ലിം ലീഗിന്റെ നിലപാടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പലപ്പോഴായി വ്യക്തമാക്കിയത്. മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ തുടക്കത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച നയപരമായ സമീപനത്തിൽ ക്രമേണ മാറ്റം വരുന്നതായാണ് വ്യക്തമായിട്ടുള്ളത്. തുടർന്ന് പ്രധാനികളെല്ലാം പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. പല മുസ്ലിം സംഘടനകളും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിവിധ മുസ്ലിം സംഘടനകളുടെ മുഖപത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും മറ്റും വ്യാപകമായ പ്രചരണങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് നടത്തുകയുണ്ടായിട്ടുണ്ട്. മുനമ്പം വിഷയത്തെ പ്രതിരോധിക്കുവാനും ജനശ്രദ്ധ വഴിതിരിച്ചു വിടാനുമായി മറ്റു ചില അനുബന്ധ പ്രചരണങ്ങൾ നടത്തുന്നതിനും അത്തരക്കാർ ശ്രമിച്ചു. കത്തോലിക്ക സഭയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമകൾ എന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഈ അടുത്ത കാലത്തുണ്ടായ TDS കേസിലെ സുപ്രീം കോടതി വിധി സംബന്ധിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളും ചില കോണുകളിൽ നിന്ന് ഉണ്ടായത് ഉദാഹരണങ്ങളാണ്. ആരംഭഘട്ടത്തിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ വളരെ മുമ്പേ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന ഒരു തർക്കം മാത്രമായിരുന്നു ഇതെന്ന അഭിപ്രായ പ്രകടനം പ്രതിപക്ഷം പലപ്പോഴായി ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇനിയെങ്കിലും ഗൗരവപൂർണമായ ഇടപെടൽ നടത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജനുവരി 3 സമരപ്പന്തൽ സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച നടപടിയോടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. നിലവിൽ ഈ വിഷയത്തിൽ വന്നുചേർന്നിരിക്കുന്ന സങ്കീർണതകൾ സർക്കാരിന്റെ ഉത്തരവാദിത്തം വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ദീപികയിൽ പങ്കുവച്ച ലേഖനത്തിൽ പറയുന്നു.